ഫോർത്ത് ചാപ്റ്ററായ മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുമ്പം ആദ്യമേ കഴിഞ്ഞ വർഷം പഠിച്ച ഒരു ഐഡൻറ്റിറ്റി ഓർക്കണം. എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചായിരുന്നു. അതിൻ്റെ എക്സ്പാൻഷൻ ഒന്ന് അറിയണം ആദ്യമേ. ഇപ്പോൾ എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി എന്ന് പറഞ്ഞാൽ ആദ്യമേ ഈ എക്സ് കൊണ്ട് അപ്പുറത്തെ ബ്രാക്കറ്റിൽ കിടക്കുന്ന രണ്ട് സംഖ്യയും മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ എക്സ് കൊണ്ട് ആദ്യമേ യുവിനെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ നമുക്ക് എഴുതാം എക്സ് യു. ഇനി പ്ലസ് ആണ് എല്ലായിടം, അതുകൊണ്ട് പ്ലസ് തന്നെ കൊടുത്തു. ഇനി എക്സ് കൊണ്ട് വി എ മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് വി പ്ലസ് എക്സ് കൊണ്ട് രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇനി വൈ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ വൈ കൊണ്ട് യുവിനെ മൾട്ടിപ്ലൈ ചെയ്താൽ വൈ യു പ്ലസ് വൈ കൊണ്ട് വി എ മൾട്ടിപ്ലൈ ചെയ്താൽ വൈ വി. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഒരു ഐഡൻറ്റിറ്റി. ആ ഐഡൻറ്റിറ്റി വെച്ച് തന്നെ ഈ വർഷം നമ്മൾ ഈ പാഠത്തിൽ കുറേ പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ അറിയേണ്ടത് ഇപ്പോൾ എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി ഈസ് ഈക്വൽ ടു എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് 26 ഇൻറ്റു 15. 26 ഇൻറ്റു 15. ഇപ്പോൾ ഈ 26നെയും 15നെയും നമ്മുടെ മുകളിൽ കിടന്ന ഐഡൻറ്റിറ്റി പോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 26നെ നമുക്ക് 20 പ്ലസ് 6 എന്ന് മാറ്റി എഴുതാം. അതുപോലെ തന്നെ 15നെ നമുക്ക് 10 പ്ലസ് 5 എന്ന് മാറ്റാം. ഇനി ഐഡൻറ്റിറ്റി പോലെ മുകളിൽ കിടക്കുന്ന ഐഡൻറ്റിറ്റി എക്സ്പാൻഡ് ചെയ്ത് കണക്കാൻ ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ആദ്യമേ 20 കൊണ്ട് 10നെ ഗുണിക്കണം. അപ്പോൾ 20 ഇൻറ്റു 10 പ്ലസ് ഇനി 20 കൊണ്ട് 5നെ ഗുണിക്കണം. 20 ഇൻറ്റു 5. ഇപ്പോൾ 20 കൊണ്ട് 2ഉം കഴിഞ്ഞ് ഇനി 6 ഇൻറ്റു 10 പ്ലസ് ഇനി 6 കൊണ്ട് 5. ഇനി 20 ഇൻറ്റു 10 200 പ്ലസ് 20 ഇൻറ്റു 5 100 പ്ലസ് 6 ഇൻറ്റു 10 60 പ്ലസ് 6 ഇൻറ്റു 5 30. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് 200ഉം 100ഉം കൂടെ കൂട്ടുമ്പോൾ 300. 300ഉം 60 360 360 30 390. ഇപ്പം നോർമൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലാതെ നമ്മൾ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഇങ്ങനെ. അപ്പോൾ ഇതേപോലെ മറ്റൊരു ചോദ്യം, അടുത്തൊരു ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം. പുസ്തകത്തിൽ തന്നെയുള്ളൊരു ചോദ്യം. 6 1/2 ഇൻറ്റു 8 1/3. 6 1/2 ഇൻറ്റു 8 1/3. ഇവിടെ നമുക്ക് ഈ 6 1/2നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 6 പ്ലസ് 1/2 എന്ന് എഴുതാം. അതുപോലെ 8 1/3 സ്പ്ലിറ്റ് ചെയ്ത് 8 പ്ലസ് 1/3 എന്ന് എഴുതാം. അറിയേണ്ട ഒരു കാര്യം 6 1/2 എന്ന് പറഞ്ഞാൽ 6 പ്ലസ് 1/2. 8 1/3 എന്ന് പറഞ്ഞാൽ 8 പ്ലസ് 1/3 ആണ്. ഇനി നമ്മുടെ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് തന്നെ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാം. ആദ്യമേ 6 കൊണ്ട് 8നെ ഫസ്റ്റ് 6 കൊണ്ട് 8നെ 6 ഇൻറ്റു 8 പ്ലസ് ഇനി 6 കൊണ്ട് 1/3 6 കൊണ്ട് 1/3 6 ഇൻറ്റു 1/3. അപ്പോൾ 6 കൊണ്ട് അപ്പുറത്തെ ബ്രാക്കറ്റിൽ കിടന്ന് രണ്ടെണ്ണത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമുക്ക് 1/2 ഉണ്ടാകും. അപ്പോൾ 1/2 ഇൻറ്റു 8 1/2 ഇൻറ്റു 8 പ്ലസ് ഇനി 1/2 കൊണ്ട് 1/3 1/2 ഇൻറ്റു 1/3. ഇനി നമുക്ക് 6 ഇൻറ്റു 8 6 ഇൻറ്റു 8 48 പ്ലസ് നോക്കാം 6 ഇൻറ്റു 1/3 എന്ന് വെച്ചാൽ നമുക്ക് ഈ 6നെയും ബൈ 3 ഡിനോമിനേറ്റർ കിടക്കുന്ന 3യും കൂടെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 6ഉം ഈ 3യും കൂടെ വെട്ടാം. അപ്പോൾ 6നെ 3 കൊണ്ട് വെട്ടുമ്പോൾ നമുക്ക് 2 കിട്ടും. കാരണം 2 ഇൻറ്റു 3 ആണ് 6. അപ്പോൾ 6നെ 3 കൊണ്ട് വെട്ടുമ്പോൾ എത്ര കിട്ടും? 2 പ്ലസ് ഇനി ഇവിടെ അതുപോലെ തന്നെ 1/2 ഇൻറ്റു 8 ആണ്. അപ്പോൾ 8നെ നമുക്ക് ഈ 2 കൊണ്ട് വെട്ടാൻ പറ്റും. 8നെ 2 കൊണ്ട് വെട്ടുമ്പോൾ 4 പ്ലസ് ഇനി 1/2 ഇൻറ്റു 1/3. ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നേരെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണം, ന്യൂമറേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററും അപ്പോൾ 1 ഇൻറ്റു 1 ബൈ 2 ഇൻറ്റു 3 6. ഇനി എല്ലാം കൂടെ കൂട്ടി എഴുതണം. 48 2 50 50 4 54 54 പ്ലസ് ഒരു 1/6. അപ്പോൾ 54 1/6നെ നമുക്ക് ചേർത്ത് 54 1/6 എന്ന് എഴുതാൻ പറ്റും. അടുത്ത നമ്മൾ പഠിച്ചൊരു ഐഡൻറ്റിറ്റി ആയിരുന്നു എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പം ആദ്യമേ എക്സ് കൊണ്ട് വൈയെ ഗുണിച്ചാൽ എക്സ് വൈ പ്ലസ് എക്സ് കൊണ്ട് 1നെ ഗുണിച്ചാൽ 1 ഇൻറ്റു എക്സ് പ്ലസ് ഇനി 1 ഇൻറ്റു വൈ പ്ലസ് 1 ഇൻറ്റു 1 1
ഇതാണ് ഐഡൻറ്റിറ്റിയുടെ എക്സ്പാൻഷൻ. ഈ ഐഡൻറ്റിറ്റി വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ് 51 × 31. അപ്പോൾ നമുക്ക് 51നെയും 31നെയും മുകളിലത്തെ ഐഡൻറ്റിറ്റി പോലെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ 51നെ നമുക്ക് 50 + 1 എന്നും 31നെ നമുക്ക് 30 + 1 എന്നും മാറ്റി എഴുതാം. ഇനി എക്സ്പാൻഡ് ചെയ്യണം. 50 കൊണ്ട് ആദ്യമേ 30നെ ഗുണിക്കണം. 50 × 30 പ്ലസ് ഇനി 50 കൊണ്ട് എന്തിനെ ഗുണിക്കണം? 1നെ. 50 × 1 എന്ന് പറഞ്ഞാൽ 50 തന്നെ. പ്ലസ് ഇനി 1 × 30. 1 × 30 എന്ന് പറഞ്ഞാൽ 30 പ്ലസ് 1 × 1. 1 × 1 എന്ന് പറഞ്ഞാൽ 1. ഇനി 50 × 30. അപ്പോൾ 5 × 3 15. 2 0 അങ്ങോട്ട് കൊടുക്കണം. 1500 പ്ലസ് 50 30 80 പ്ലസ് 1 എല്ലാം കൂടെ കൂട്ടുമ്പം 1581. അടുത്തൊരു ഐഡൻറ്റിറ്റിയാണ് x + 1/2 × y + 1/2. ഇത് നമ്മൾ നേരത്തെ എക്സ്പാൻഡ് ചെയ്ത കണക്ക് തന്നെ എക്സ്പാൻഡ് ചെയ്യും. ആദ്യമേ x കൊണ്ട് y ഗുണിക്കുമ്പോൾ xy പ്ലസ് ഇനി x കൊണ്ട് 1/2നെ ഗുണിക്കുമ്പോൾ 1/2x പ്ലസ് ഇനി 1/2 കൊണ്ട് y ഗുണിക്കുമ്പോൾ 1/2y പ്ലസ് 1/2 × 1/2. ഇനി ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. xy പ്ലസ് ഈ 2 ടേമിൽ ഒരു 1/2 ഉണ്ട്. ആ 2 1/2 നമുക്ക് ഇനി കോമൺ എടുക്കാം. അപ്പോൾ 1/2 കോമൺ എടുത്ത് അതുകൊണ്ട് ഈ ടേമിൽ നിന്ന് 1/2 പോയാൽ പിന്നെ x മാത്രമേ ഉള്ളൂ. x പ്ലസ് ഈ ടേമിൽ നിന്ന് 1/2 പോയാൽ പിന്നെ എന്തേ ഉള്ളൂ? y പ്ലസ് ഇനി 1/2 × 1/2 1 × 1 1/2 × 2 4. ഇതാണ് അതിൻ്റെ എക്സ്പാൻഷൻ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം. x + 1/2 × y + 1/2നെ നമുക്ക് എന്താണ്? ആദ്യമേ എക്സും വൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് ½ × x + y ഏറ്റവും ലാസ്റ്റ് 1/4. അപ്പോൾ x + 1/2 അല്ലെങ്കിൽ y + 1/2 ഫോമിൽ കടന്നാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സംഖ്യ + 1/2 മറ്റൊരു സംഖ്യ + 1/2 ആണെങ്കിൽ ഇതിൻ്റെ എക്സ്പാൻഷൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ആദ്യം ആ സംഖ്യകളെ 2 മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് ½ × ആ 2 സംഖ്യകളുടെയും കൂടെ സമ്മ്. ഏറ്റവും അവസാനം എപ്പോഴും 1/4 ആണ്. ഫോർ എക്സാമ്പിൾ ഒരു പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ 6 1/2 × 8 1/2. 6 1/2 × 8 1/2. അപ്പോൾ നമുക്ക് 6 1/2നെ 6 + 1/2 എന്ന് എഴുതാം. 8 1/2നെ 8 + 1/2 എന്ന് എഴുതാം. അതുകൊണ്ട് നമ്മളെ മുകളിലത്തെ ഐഡൻറ്റിറ്റിയുടെ അതേ ഫോം. ഇതിൽ ഈ 6 ആണ് ഇവിടെ x, 8 ആണ് ഇവിടെ y. എക്സ്പാൻഷൻ 2 സംഖ്യയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. കണ്ട x y എന്ന് ആദ്യമേ എക്സും y കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 6 × 8 പ്ലസ് ½ × അതിൻ്റെ സമ്മ് 6 + 8. ഏറ്റവും അവസാനം എത്ര തന്നെ ആയിരിക്കും? 1/4 ആയിരിക്കും. 6 + 1/2 8 + 1/2 രണ്ടാമത്തെ ടൈം 1/2 വരുന്നതിനെല്ലാം നമുക്കിങ്ങനെ പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാം. ഇനി 6 × 8 48 പ്ലസ് ½ × 6 8 14 പ്ലസ് 1/2 1/4. ഇനി 48 പ്ലസ് 2 14 വെട്ടാം. ഇവിടെ 7 വരും. 7 പ്ലസ് 1/4. 48 7 കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന 55 1/4 എന്ന് വരും. നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കാം. 6 1/2 × 8 1/2 എന്ന് പറഞ്ഞാൽ ആദ്യമേ 6 8 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ 6 8 കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുക്കണം. ഏറ്റവും അവസാനം 1/4. ഇതേപോലെ നമുക്ക് പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. 4 1/2 × 6 1/2. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ 4 + 1/2 × 6 + 1/2. ഓക്കെ, ഇവിടെ എക്സിൻ്റെയും വൈയുടെയും സ്ഥാനത്ത് കിടക്കുന്ന വാല്യൂസ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സും 4ഉം വൈയുടെ സ്ഥാനത്ത് 6 കിടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ആദ്യമേ ആ സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 6 പ്ലസ് ഈ 2 സംഖ്യകളുടെയും കൂടെ സമ്മിൻ്റെ ഹാഫ്. അപ്പോൾ ½ × 4 + 6. ഏറ്റവും അവസാനം 1/2 × 1/2 അതെന്ത് 1/4 തന്നെ വരും. ഇനി 6 × 4 24 പ്ലസ് ½ × 4 + 6 10 പ്ലസ് 1/4. ഇനി 24 പ്ലസ് 2ഉം 10ഉം വെട്ടിയാൽ 5 പ്ലസ് 1/4. 24ഉം 5ഉം 29 1/4 എന്നൊരു ആൻസർ.
ഇനി ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻസ്. 1 71 × 91, 2 42 × 62, 10 1/2 × 6 1/2. ഇതെല്ലാം നമുക്ക് ഐഡൻറ്റിറ്റി വെച്ച് തന്നെ എന്താ എക്സ്പാൻഡ് ചെയ്ത് ഉത്തരം കണ്ടുപിടിച്ച് നോക്കണേ. ഇനി വേറൊരു ചോദ്യമാണ് 9.5 × 3.5. ഇത് നമുക്ക് നേരത്തെ പഠിച്ച ഐഡൻറ്റിറ്റി വെച്ച് തന്നെ എക്സ്പാൻഡ് ചെയ്യും. ഇപ്പം 9.5 എന്ന് പറഞ്ഞാൽ 9 + 0.5 എന്ന അർത്ഥം. 3.5 എന്ന് പറഞ്ഞാൽ 3 + 0.5. അപ്പം നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 9.5നെ 9 + 0.5 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇനി 3.5നെ നമുക്ക് 3 + 0.5 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇനി നേരത്തെ ചെയ്ത കണക്ക് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ആദ്യമേ 9 × 3. അപ്പം 9 കൊണ്ട് ആദ്യമേ 3യെ മൾട്ടിപ്ലൈ ആണ്. അപ്പം 9 × 3 പ്ലസ് ഇനി 9 × 0.5, 9 × 0.5 പ്ലസ് 9 × 0.5 നമ്മളിപ്പോൾ ചെയ്തു. അപ്പോൾ 9 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 0.5 കൊണ്ട്, അപ്പോൾ 0.5 കൊണ്ട് 3യെ മൾട്ടിപ്ലൈ ആണ്. 0.5 × 3 പ്ലസ് 0.5 × 0.5. ഇനി 9 × 3, 9 × 3 27 പ്ലസ് ഇനി നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടിലും ഇച്ചിരി എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ രണ്ടിടത്ത് ഒരു 0.5 കോമൺ ആയിട്ട് കിടപ്പുണ്ട്. ആ കോമൺ ആയിട്ടുള്ള 0.5നെ നമുക്കിനി വെളിയിലെടുക്കാം. അപ്പോൾ 0.5 ഇൻറ്റു ഇവിടുന്ന് 0.5 പോയാൽ പിന്നെ എന്തേ ഉള്ളൂ 9 പ്ലസ് ഇവിടുന്ന് 0.5 പോയാൽ പിന്നെ എന്തേ ഉള്ളൂ 3. ഏറ്റവും അവസാനം 0.5 × 0.5. അപ്പോൾ 0.5 × 0.5, 0.5 × 0.5. ഡെസിമൽസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ ആദ്യമേ ഡെസിമൽ സ്ഥാനം ഒന്ന് മാറ്റിയിട്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമേ ഉള്ളൂ, ഇവിടെയും പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമേ ഉള്ളൂ. ഡെസിമൽ മാറ്റാം. ഡെസിമൽ മാറ്റി ഇവിടെ 5 ഇൻറ്റു ഇവിടെയും 5. 5 × 5 25. ഇനി നമുക്ക് ഡെസിമൽ തിരിച്ചിട്ട് കൊടുക്കാം. 2 സ്ഥാനം, ഇവിടെ 1 ഇവിടെ 1, ടോട്ടൽ 2 സ്ഥാനമുണ്ട്. 2 സ്ഥാനം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം 0.25 എന്ന് വരും. അപ്പോൾ 0.5 × 0.5 0.25. ഇനി 27 പ്ലസ് 0.5 × 9 3 കൂട്ടിയാൽ 12 പ്ലസ് 0.25. ഇനി 12 × 0.5, 12 × 0.5. നേരത്തെ ഇത് കണക്ക് തന്നെ ഡെസിമൽ മാറ്റാം. ഡെസിമൽ മാറ്റി ഇവിടെ ഒരു സ്ഥാനമേ ഉള്ളൂ, പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമുള്ളത് ഇതേ ഉള്ളൂ. 0.5ന് മാത്രമേ ഡെസിമൽ ഉള്ളൂ. അപ്പം 12 × ഇവിടുത്തെ ഡെസിമൽ മാറ്റിയാൽ 5, 12 × 5 60. ഇനി ഒരു സ്ഥാനം തിരിച്ചിട്ട് കൊടുക്കണം, ഒരു സ്ഥാനം മാറണം. അപ്പോൾ എത്ര വരും? 6 എന്ന് വരും ആൻസർ. അപ്പോൾ 27 പ്ലസ് 0.5 × 12 എന്ന് പറഞ്ഞാൽ 6 പ്ലസ് 0.25. ആഡ് ചെയ്യുമ്പം 27 പ്ലസ് 3 27 പ്ലസ് 6 33, 33 പ്ലസ് 0.25. ആഡ് ചെയ്യുമ്പോൾ 33.25. അടുത്തൊരു ചോദ്യം 10 1/4 × 6 1/4. നേരത്തെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്താണ് കാരണം നമുക്ക് ഇവിടെയും സ്പ്ലിറ്റ് ചെയ്യാം. 10 1/4നെ നമുക്ക് 10 + 1/4 എന്ന് മാറ്റി എഴുതാം. ഇനി 6 1/4നെ നമുക്ക് 6 + 1/4 എന്ന് മാറ്റി എഴുതാം. ഇനി എക്സ്പാൻഡ് ചെയ്യാം. ഇപ്പോൾ 10 × 6, 10 × 6 പ്ലസ് 10 × 1/4 പ്ലസ് 1/4 × 6 പ്ലസ് 1/4 × 1/4. ഓക്കെ, ആദ്യമേ 10 കൊണ്ട് 6 നമ്മൾ നേരത്തെ എക്സ്പാൻഡ് ചെയ്ത് അതുപോലെ തന്നെ ആദ്യം 10 കൊണ്ട് 6നെ മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് കൊടുത്തു, പിന്നെ 10 കൊണ്ട് 1/4നെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 10 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ 1/4 ഉണ്ട്, 1/4 കൊണ്ട് 6നെ മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ 1/4 കൊണ്ട് 1/4നെ. ഇനി 10 × 6 60 പ്ലസ് ഇവിടെ രണ്ടിടത്തും ഒരു 1/4 ഉണ്ട്. ഈ രണ്ട് ടേമിലും 1/4 ഉണ്ട്. നമുക്ക് 1/4 കോമൺ എടുക്കാം. 1/4 കോമൺ എടുത്താൽ ഇവിടുന്ന് 1/4 പോയാൽ പിന്നെ എന്തേ ഉള്ളൂ? 10 ഉള്ളൂ. ഈ പ്ലസ് അതുപോലെ കൊടുത്ത് ഇവിടുന്ന് 1/4 പോയാൽ പിന്നെ 6 ഉള്ളൂ. പ്ലസ് 1/4 × 1/4, 1 × 1 1, 4 × 4 16. ഇനി 60 പ്ലസ് 1/4 × 16, 10 ഉം 6 ഉം 16 പ്ലസ് 1/16.
60 പ്ലസ് 4ഉം 16ഉം വെട്ടാം, 4 കിട്ടും. 4 × 4 ആണ് 16, അതുകൊണ്ട് 4ഉം 16ഉം വെട്ടിയാൽ 4 പ്ലസ് 1/60. ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 60 പ്ലസ് 4 64, 1/16 എന്ന് വരും ആൻസർ. അടുത്തൊരു ചോദ്യമാണ്, ദ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് 1400 ആൻഡ് ദെയർ സം ഈസ് 81. വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്? എന്ന് വെച്ചാൽ ഏതോ രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ്, ഏതോ രണ്ട് നമ്പർ, അത് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ, ഏതോ രണ്ട് നമ്പർ അത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 1400 കിട്ടി. അതേ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയപ്പോൾ 81 കിട്ടി. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ആ രണ്ട് നമ്പറിനും തൊട്ട് മുന്നിലുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏതോ രണ്ട് നമ്പർ, ആ നമ്പർ നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഫസ്റ്റ് നമ്പർ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഇനി സെക്കൻഡ് നമ്പർ, രണ്ട് നമ്പറാണ് ഉള്ളത്, അതുകൊണ്ട് ഫസ്റ്റ് നമ്പർ എക്സ് എന്നും കൊടുത്ത് സെക്കൻഡ് നമ്പർ വൈ എന്നും കൊടുത്തു. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എക്സും വൈൻ്റെയും കൂടെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എക്സും വൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ഉത്തരം 1400 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് നമ്പറിൻ്റെ കൂടെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എക്സ് വൈ 1400 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ സം അവർ തമ്മിൽ കൂട്ടിയപ്പോൾ എക്സ് പ്ലസ് വൈ 81 എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഈ രണ്ട് നമ്പറിന് തൊട്ട് മുന്നിലുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റാണ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കറിയാം സാധാരണ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ കാര്യം ഇവിടെ പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം 1, 2, 3, 4 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സാണ്. അപ്പോൾ ഫസ്റ്റ് നമ്പറിൽ നിന്നും തൊട്ടടുത്ത നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ 1 കൂട്ടിയേ വരത്തുള്ളൂ. 1 ആദ്യത്തെ നമ്പർ, തൊട്ടടുത്ത നമ്പർ തൊട്ടടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ 1ൻ്റെ കൂടെ 1 കൂട്ടിയാൽ തൊട്ടടുത്ത നമ്പർ കിട്ടുന്നു. ഇവിടെ 2ൻ്റെ തൊട്ടടുത്തുള്ള നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് കൂട്ടിയേ വരത്തുള്ളൂ? 1 കൂട്ടിയേ വരത്തുള്ളൂ. ഇവിടുത്തെ പ്രത്യേകത, ഒരു നമ്പർ തൊട്ടടുത്തുള്ള നമ്പർ കിട്ടണമെങ്കിൽ 1 കൂട്ടണം. അങ്ങനെ പോയി നമ്മുടെ നമ്പർ എക്സാണ്. എക്സ് ആണെങ്കിൽ തൊട്ടടുത്ത നമ്പർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1. ഇനി രണ്ടാമത്തെ നമ്പർ നമ്മുടെ വൈ ആണ്. അങ്ങനെ തൊട്ടടുത്ത നമ്പർ എത്രയായിരിക്കും? വൈ പ്ലസ് 1. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സ് പ്ലസ് 1ൻ്റെയും വൈ പ്ലസ് 1ൻ്റെയും കൂടെ പ്രോഡക്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ആദ്യമേ എക്സ് കൊണ്ട് വൈയെ മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് വൈ പ്ലസ്, ഇനി എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ വൈ പ്ലസ് 1 ഇൻറ്റു 1 1. ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. എക്സ് വൈ നമ്മുടെ കയ്യിലുണ്ട് 1400. എക്സ് പ്ലസ് വൈ നമ്മുടെ കയ്യിലുണ്ട് 81. ഇതിട്ട് കൊടുക്കാം. എക്സ് വൈ എത്ര? 1400 പ്ലസ് എക്സ് പ്ലസ് വൈ നമുക്കറിയാം എത്ര? 81 പ്ലസ് 1. ആഡ് ചെയ്യുമ്പം 1400, 81, 1481 പ്ലസ് 1 1482 എന്ന് കിട്ടും. അടുത്തൊരു ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കാനുള്ളൊരു ചോദ്യമാണ്. ദ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പർ ഈസ് 1600 ആൻഡ് ദെയർ സം ഈസ് 91. വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പർ നെക്സ്റ്റ് ടു ഈച്ച്? നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഏതോ രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് തന്നിട്ടുണ്ട് 1600, അവരുടെ സമ്മം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. ചെയ്ത് നോക്കുക. ഉത്തരം കിട്ടുന്നത് 1692 കിട്ടും. ജസ്റ്റ് ചെയ്ത് നോക്കാം. അടുത്തൊരു ചോദ്യം ദ പ്രോഡക്റ്റ് ഓഫ് ടു ഓഡ് നമ്പർ ഈസ് 621 ആൻഡ് ദെയർ സം ഈസ് 50. വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ഓഡ് നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്? ചോദ്യം ഇതാ നേരത്തെ ചെയ്ത അതേപോലത്തെ ഒരു ചോദ്യം. ദ പ്രോഡക്റ്റ് ഓഫ് ടു ഓഡ് നമ്പർ, രണ്ട് ഓഡ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് 621 ആൻഡ് ദെയർ സം, അവരുടെ സമ്മ് 50. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്? ഇങ്ങനെയാണെങ്കിൽ ആ രണ്ട് ഓഡ് നമ്പേഴ്സിന് തൊട്ടടുത്തുള്ള ഓഡ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നേരത്തെ ചെയ്താണ് ഫസ്റ്റ് ഓഡ് നമ്പർ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. സെക്കൻഡ് ഓഡ് നമ്പറിന് വൈ എന്നും കൊടുക്കാം. ഫസ്റ്റ് ഓഡ് നമ്പറിന് എക്സ് എന്നും കൊടുത്തു, സെക്കൻഡ് ഓഡ് നമ്പറിന് വൈ എന്നും കൊടുത്തു. ഇനി ഇതിൻ്റെ പ്രോഡക്റ്റും സമ്മും ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ തന്നിട്ടുണ്ട്. പ്രോഡക്റ്റ് തന്നിട്ടുണ്ട് 621. ഇനി അതിൻ്റെ സമ്മ തന്നിട്ടുണ്ട്. രണ്ടിൻ്റെ കൂടെ സം എക്സ് പ്ലസ് വൈ 50 എന്ന് തന്നിട്ടുണ്ട്.
ഇനി കണ്ടുപിടിക്കേണ്ട വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഓഡ് നമ്പർ നെക്സ്റ്റ് ടു ഈച്ച്. എന്നാൽ ഈ രണ്ട് ഓഡ് നമ്പറിന് തൊട്ടടുത്തുള്ള ഓഡ് നമ്പറിൻ്റെ പ്രോഡക്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കിക്കോണേ, ഓഡ് നമ്പേഴ്സ് പറഞ്ഞാൽ 1, 3, 5, 7 എക്സെട്രാ പോകുന്ന നമ്പേഴ്സാണ് ഓഡ് നമ്പേഴ്സ്. ഫസ്റ്റ് ഓഡ് നമ്പറിൽ നിന്നും തൊട്ടടുത്തുള്ള ഓഡ് നമ്പർ കിട്ടണമെങ്കിൽ ഒന്നിൻ്റെ കൂടെ എന്തോ കൂട്ടിയാലാണ് 3 കിട്ടുക എന്നൊന്ന് ആലോചിക്കുക. 1ൻ്റെ കൂടെ 2 കൂട്ടിയാലാണ്. അപ്പോൾ അടുത്തത് 3ൻ്റെ കൂടെയും 2 കൂട്ടിയാലാണ് തൊട്ടടുത്തുള്ള ഓഡ് നമ്പർ കിട്ടുന്നത്. ഇനി 5ൻ്റെ കൂടെയും 2 കൂട്ടിയാൽ തന്നെയാണ് തൊട്ടടുത്തുള്ള ഓഡ് നമ്പർ കിട്ടുന്നത്. അപ്പോൾ ഒരു ഓഡ് നമ്പർ അതിൻ്റെ തൊട്ടടുത്തുള്ള ഓഡ് നമ്പർ കിട്ടണമെങ്കിൽ 2 കൂട്ടുക. പക്ഷേ ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 കൂട്ടി പോകാം. അപ്പോൾ ഫസ്റ്റ് ഓഡ് നമ്പർ 1 ആണ്, അതിൻ്റെ കൂടെ 2 കൂട്ടുമ്പോഴാണ് 3 കിട്ടുന്നത്. 3ൻ്റെ കൂടെ 2 കൂട്ടുമ്പോഴാണ് 5 കിട്ടുന്നത്. അങ്ങനെ പോയി നമ്മുടെ ഓഡ് നമ്പർ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തുള്ള നമ്പർ എത്ര ആയിരിക്കും? x+2. ഇനി y ആണെങ്കിൽ തൊട്ടടുത്തുള്ള നമ്പർ എത്ര ആയിരിക്കും? y+2. അപ്പോൾ 2 ആണ് കൂട്ടി പോകുന്നത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇവർ രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം x+2 ഇൻറ്റു y+2 എക്സ്പാൻഡ് ചെയ്യാം. ആദ്യമേ x ഇൻറ്റു y xy പ്ലസ് x ഇൻറ്റു 2 2x പ്ലസ് 2 ഇൻറ്റു y 2y പ്ലസ് 2 ഇൻറ്റു 2 4. ഇനി xy പ്ലസ് ഇവിടെയും രണ്ടടുത്ത് 2 ടൈമിൽ 2 കോമൺ എടുക്കാറുണ്ട്. ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പോൾ നമുക്ക് 2 കോമൺ എടുക്കാം. 2 ഇൻറ്റു x+y 2x, ഇതിൽ നിന്ന് 2 പോയാൽ പിന്നെ എക്സേ ഉള്ളൂ, പ്ലസ് അതുപോലെ കൊടുത്ത് 2y, അതിൽ നിന്ന് 2 കോമൺ എടുത്താൽ പിന്നെ വൈയേ ഉള്ളൂ. ഏറ്റവും അവസാനം 4 xy പ്ലസ് 2x+y പ്ലസ് 4 എന്ന് കിട്ടി. ഇതിനകത്ത് ഈ തന്നിരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. xy നമ്മുടെ കയ്യിലുണ്ട്, x+y നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ xy 621 പ്ലസ് 2 ഇൻറ്റു x+y 2 ഇൻറ്റു x+y. അപ്പോൾ 2 ഇൻറ്റു x+y നമുക്കറിയാം 50, അറ്റ് ലാസ്റ്റ് 4. അപ്പോൾ 621 പ്ലസ് 2 ഇൻറ്റു 50 100 പ്ലസ് 4. എല്ലാം കൂടെ സം എടുക്കുമ്പം 621 പ്ലസ് 100 721. 721 പ്ലസ് 4 725 എന്ന് കിട്ടും. ഇനി അവിടെ ഉള്ളൊരു ഹോംവർക്കാണ്, അല്ലെങ്കിൽ ചെയ്ത് നോക്കാനുള്ള വർക്കൗട്ട് ക്വസ്റ്റ്യൻ ആണ്. ദ പ്രോഡക്റ്റ് ഓഫ് 2 ഓഡ് നമ്പർ ഈസ് 831 ആൻഡ് ദെയർ സം ഈസ് 68. വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ഓഡ് നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഇച്ച്. നേരത്തെ ഇതാണ് കാരണം ഏതോ 2 ഓഡ് നമ്പറിൻ്റെ പ്രോഡക്റ്റ് 831 എന്ന് കിട്ടി. ആൻഡ് ദെയർ സം, അവരുടെ സം എന്ന് പറയുന്നത് 68 എന്ന് കിട്ടി. അപ്പോൾ പ്രോഡക്റ്റ് 831 സമ്മ് 68 ആണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഓഡ് നമ്പർ നെക്സ്റ്റ് ടു ഈച്ച് ആണ്. ഈ 2 ഓഡ് നമ്പറിൻ്റെയും തൊട്ടടുത്തുള്ള ഓഡ് നമ്പറിൻ്റെ പ്രോഡക്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ആൻസർ 967 കിട്ടും. ചെയ്ത് നോക്കുക.